കാര്യം പറയടാ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും ഗാനമേള നടന്നു കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ടിൽ പോയിരുന്നു തുള്ളലാണ് അച്ഛന്റെ മെയിൻ പരിപാടി. ഇവിടെ ഒരു ഗാനമേള നടന്നപ്പോൾ അച്ഛൻ പോയി തുള്ളി. ഒരുത്തൻ ക്യാമറ പിടിച്ചിട്ട് അത് ഫേസ്ബുക്കിലിട്ട് വൈറലായി. ഇപ്പൊ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലായിടത്തും അച്ഛന്റെ ഡാൻസ് ആണ്. ഈ പോലീസുകാരനായി എനിക്കൊരു നാണമില്ലേ? എനിക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ഈ അമ്പലപ്പറമ്പിന് മുമ്പിൽ പോയി തുള്ളുക എന്തൊരു നാണക്കേടാണ് ഇത്. നീ അതുകൊണ്ട് അച്ഛനൊക്കെ പറഞ്ഞ് തിരുത്തണം. എടാ നീ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി. നീ പറഞ്ഞ മനസ്സിലാകത്തില്ല. കഴിഞ്ഞ മാസം പഴകുടി ക്ഷേത്രത്തിൽ ഗാനമേള നടന്നപ്പോ രാമകഥാ ഗാനലയം പാട്ട് പാടിയപ്പോ എവിടുന്നോ കച്ചിത്രു പറിച്ചോണ്ട് ഫ്രണ്ടിലിട്ട് അത് കത്തിച്ച് അതിന്റെ നടുക്കിരുന്ന് ആ പാട്ടിനൊത്ത് ഡാൻസ് ചെയ്ത അച്ഛൻ. നീ അച്ഛനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ ഇവിടെ പിന്നെ എന്തിനാണ് വന്നത്? ഇന്ന് അച്ഛനെ പുറത്തോട്ട് വിടരുത്. ഞാൻ ഏറ്റ് ഒരു 10 മിനിറ്റ് ചെയ്യൂ. തരും. ഞാൻ ഏറ്റ്. അല്ല പിന്നെ മാമാ ആലപ്പുഴ കല്യാൺ സൂപ്പർ ബീച്ച് ഗാനമേള ആരംഭിക്കുകയായി. ആദ്യഗാനം ആലപിക്കുന്നു പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ ഋതു ഗിന്നസ്. സുന്ദരിയേ സുന്ദരിയേ ചെന്താമിഴിൽ പെൺകൊടിയേ മഞ്ഞൾ മണം പൂസി വരും മാർഗഴിതൽ പൈങ്കിളിയേ തെൻകാശി സാന്തും വിട്ട് തെരുക്കൂത്തും പാട്ടും പോട്ട് തെൻകാശി സാന്തും വിട്ട് തെരുക്കൂത്തും പാട്ടും പോട്ട് തെമ്മാങ്ക് തേനെ മുന്നിൽ വാ വാണ്ടി കോലമയിൽ വാ സുന്ദരിയേ സുന്ദരിയേ. ഒരു മകൻ എത്രയെന്നും പറഞ്ഞ് ഇങ്ങനെ കണ്ടു നിൽക്കും. ഒരച്ഛൻ എത്രയെന്നും പറഞ്ഞ് ഇത് കണ്ടോണ്ട് ഞാൻ പറയും. ഞാൻ പറയാം. മാമാ എവിടെ പോണു? അമ്പലത്തിലെ ഉത്സവമാണല്ലോ, ഗാനമേള നടക്കുന്നു. 10 ദിവസം ഇന്ന പൊളി ഞാൻ പൊളിക്കും. ഞാൻ ആ സൈഡ് കളി ഞാൻ കളിക്കും. ഞാൻ പോയിട്ട് ഡാ പറഞ്ഞു അങ്ങോട്ട് പോന്നു, ടക്കേ നിങ്ങൾ തിരിച്ചു വരും. അമ്പലത്തിലും പോകുന്നില്ല, ടക്കനെ നിങ്ങോട്ട് വരുന്നുമില്ല. അവന്റെ കൂടെ നടന്നുള്ള കോമഡിയും പഠിച്ചു വെച്ചിട്ട് പോയതാണ്. അച്ഛൻ പോകുന്നില്ലെന്ന് പറഞ്ഞില്ലേ? അച്ഛൻ ഇത് വെളിയിറങ്ങാൻ പാടില്ല. എന്റെ മൾട്ടി കളർ തന്തേ ഇവിടെ നിന്ന് വെളിയിൽ പോകരുത്. എനിക്ക് നാണക്കേട് ഉണ്ടാക്കരുത്. ഉള്ള കാര്യം ഞാൻ പറയാം. അവൻ പറയുന്നത് കേട്ടു അനുസരിച്ച് നിന്നോളാം. ഇവരെന്താ ഇങ്ങനെ? എനിക്കറിയാം. അമ്പലത്തിലെ ഉത്സവം ഇല്ലടാ. ഇല്ല, പോകാൻ പറ്റത്തില്ല. ഇപ്പൊ 2 തുള്ളിന്റെ വരണം നടക്കത്തില്ല. എനിക്ക് നാണക്കേട് അനുഭവിക്കാൻ പറ്റത്തില്ല. അച്ഛൻ ഇവിടെ പോയി കിടന്ന് തുള്ളിയിട്ട് അതിന്റെ നാണക്കേട് ഞാൻ അനുഭവിക്കുന്നു. അറിയോ? ഞാൻ എന്തുവാണ് ഇത് പറയുന്നത്? മാമാ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. മാമൻ പഴയ പോലെ വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. മാമന്റെ ഇപ്പോഴത്തെ ശ്രദ്ധ മുഴുവൻ വേറെ പല കാര്യങ്ങളിലും. എങ്ങനെ അറിഞ്ഞാ? ഈ മിമിക്കാമ്പെന്ന ദാക്ഷായണി ഇവിടെ വന്നു അവിടെ വാട്സപ്പ് നമ്പർ ഞാൻ മേടിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷേ ഒരു മെസ്സേജ് അയക്കുവോ ഞാൻ ആ വീഡിയോ കോൾ ചെയ്യുവോ ഇരിക്കുന്ന മഞ്ഞ കൊണ്ട് അയക്കുവോ ചെയ്തിട്ടില്ല. അച്ഛൻ എന്തോ പറയുന്നു? ഇതൊക്കെ എപ്പം നടന്നു? അയ്യോ, അപ്പൊ അതല്ലായിരുന്നോ ചോദിച്ചു? ഹലോ ടെസ്റ്റിംഗ്. ഹലോ ടെസ്റ്റിംഗ്. ദിവാകരോ, നിന്റെ കൂട്ടുകാരൻ പ്രഭാകരനാണ്. എടാ ഗാനമേള തുടങ്ങി. പിള്ളേരൊന്നും ഒരു ചലനവും ഇല്ല. നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ പറ്റൂ. നീ ഒരു കാര്യം ചെയ്, നിന്റെ പ്രോപ്പർട്ടി എടുത്തോണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് ചേര് കേട്ടാ. ഒന്ന് വിടാ. അച്ഛാ പോകാൻ പറ്റത്തില്ല. ഒന്ന് വിടാ. അച്ഛാ പോകാൻ പറ്റത്തില്ല. അവങ്ങടത്ത് വിളിക്കണ്ട. ഒന്ന് വിടാ. ഞാൻ പോയിട്ട് വരട്ടെ. അയാളാണ് അച്ഛനെ ചീത്തയാക്കുന്നത്. ഇത് അച്ഛൻ്റെ കൂട്ടുകാരൻ, ഒരു നശിച്ച കൂട്ടുകാരൻ. അങ്ങനെയാണ് ഇതിന്റെയൊക്കെ ആണി. പ്രോപ്പർട്ടിയുടെ കാര്യം എന്തോ പറഞ്ഞല്ലോ. പ്രോപ്പർട്ടി എന്താണെന്ന് അറിയത്തില്ലേ? ഈ ഡാൻസ് മിണ്ടരുത്. അച്ഛൻ മിണ്ടരുത്. ഈ ഡാൻസ് കളിക്കുന്ന സമയത്ത് കൃഷ്ണനാണെങ്കിലേ ഇവിടെ പീലി കെട്ടും, ഓടക്കുടലുണ്ട്. അല്ല വേറെ ഏത് പാട്ട് പാടി അതനുസരിച്ചിട്ടുള്ള പ്രോപ്പർട്ടി ഈ സഞ്ചിക്കകത്തുണ്ട്. ഈ സഞ്ചിയിലുണ്ട്. സത്യമാണോ? എന്തോ സഞ്ചിയില് ഇല്ലൊന്നുമില്ല. അതല്ല അച്ഛൻ മിണ്ടരുത്. എനിക്കറിയത്തില്ല എന്റെ പൊന്നോ. എന്തിനാ മാമ ഇത്? അത് ഈ പിള്ളേർ ആ ഗാനമേള മറ്റേ പാട്ട് വല്ലതും പാടുവാണേലേ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കാന്ന് ഓർത്താ. ഏത് പാട്ട്? കുട്ടുമക്കുട്ടു അത് പോട്ട്. കുട്ടുമക്കുട്ടൂനാണ് ഈ ഐറ്റം. ഇതെന്താണ് ഇത്? മിന്നാമിനുങ്ങ്. യോ മിന്നാമിനിങ്ങനെ എന്തിനാ ഇത് പിടിച്ചിട്ടിരിക്കുന്നത്? അത് മണിച്ചേട്ടന്റെ പാട്ടുകാരും പാടുവാണേ പറഞ്ഞുവിടാ. ഏത് പാട്ട്? രാത്രി മിന്നാമിനിങ്ങനെ പിടിക്കുന്ന പണിയായി അച്ഛന്. പാട്ട് പുസ്തകം കൊണ്ട് കിടക്കുന്നു. അതാണ് മെയിൻ. അതെന്തറിയോ? ഇപ്പോഴത്തെ ഹിന്ദി പാട്ട് പിള്ളേരും തമിഴ് പിള്ളേരും ഒക്കെ പാടിയിട്ട് സ്റ്റേജിന് വെളിയിറങ്ങും. എന്നിട്ട് അവന്മാർ ദിക്കടെ വിട്ട് പാട്ട് മറന്നു പോയിട്ട് നമ്മളെ നേരെ മയക്കുന്നു. അപ്പൊ പാട്ട് പുസ്തകം എടുത്ത് നിർത്തുന്നു, പാട്ട് പാടി കൊടുക്കുന്നു. അത് പാടാതിരിക്കാൻ പറ്റില്ല. നമ്മള് പല പറമ്പിൽ കാണേണ്ട പയ്യന്മാരത്. ഇത്
ഇതെല്ലാം പോട്ട് എന്തിനാ ഇതിന്റെ അകത്ത് മൈപ്പിൽ കൊണ്ട് കിടക്കണത്? അത് ഈ മീശമാധവ സിനിമയിലെ പാട്ടങ്ങാനും പാടുവാണല്ലേ മറ്റേ കാവ്യമാധവന്റെ പിടിക്കിനിട്ട് അരഞ്ഞാണം എടുക്കത്തില്ല അതിന്റെ അങ്ങനത്തെ. അതിനെവിടെ കാവ്യമാധവൻ? എന്റെ കൂട്ടുകാരൻ പ്രഭാകരൻ 1.5 മണിക്കൂറായിട്ട് അരഞ്ഞാണം കെട്ടി അവിടെ നിൽക്കുന്നു. എനിക്ക് സഹിക്കുന്നില്ല. നിങ്ങളുടെ മകനായിട്ട് തന്നെ ഞാൻ ജനിച്ചല്ലോ. ശാപം പിടിച്ചൊരു ജന്മമായി പോയി എന്റെ നാടകീടുണ്ടാക്കിയ ജന്മം. സത്യം പറയാതിരിക്കുന്ന എങ്ങനെയാടാ? എന്നെ പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അച്ഛനോടാണ് നിങ്ങൾക്ക് പറഞ്ഞു. ആ പറയും ഇതല്ലാണ്ട് ആ മനസ്സെന്ത് വേദനിച്ചു പറയടാ. പോടാ മകളെടാ, എനിക്കിപ്പോ അച്ഛനൊരു നാണക്കേടാ അല്ലേടാ. എന്റെ പൊന്നുമക്കൾക്ക് വിഷമമായടാ കേട്ടോടാ. വിഷ്ണുവേ 1987 ജനുവരി 6-ാം തീയതി യവന്റെ അമ്മയും ഞാനുമായിട്ടുള്ള കല്യാണം നടന്നതിന്റെ അന്ന് രാത്രി നമ്മുടെ തൊട്ടപ്പുറത്തെ വല്യോർമ്മ അമ്പലത്തിൽ ഉത്സവത്തിന് ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സിന്റെ ഗാനമേള നടക്കുക. അപ്പൊ ഈ ഗാനമേള കാണാൻ വേണ്ടി അവനൊന്നും അങ്ങോട്ട് ഇറങ്ങിയതാ. പക്ഷെ വീടിന്റെ വെളിയിലോട്ട് ഇറങ്ങിയത് എവിടുന്നാന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഒരു കോരിച്ചൊഴിയുന്ന മഴയും പേമാരി ഇടിവെട്ടും ഒക്കെ. അപ്പൊ ഒരു കൊടയെടുക്കാൻ വേണ്ടിയാ തിരിച്ച് വീടിനകത്ത് അവന്റെ അമ്മ ഇരിക്കുന്ന മുറിയിലോട്ട് കയറിയതേ. ഇപ്പൊ നിന്റെ ഈ വിഷമോ എന്നോടുള്ള ഈ ദേഷ്യമൊക്കെ കാണുമ്പോ ഞാൻ ആലോചിക്കുക, എന്ത് അന്ന് ആ മഴയും തന്നെ ഞാൻ ഗാനമേളയാക്കാൻ പോയാൽ മതി. അവൻ പറഞ്ഞപ്പോ അവനെ ഞാൻ വഴക്ക് പറഞ്ഞവനാ. മാമൻ ഒറ്റ ഒരാൾ കാരണമാണ് അവന്റെ ജീവിതം പുറത്തോട്ടി പോയത്. ഞാൻ എന്തോടത്ത അവന്റെ ഇന്ന് നല്ലൊരു ഉത്സവമായിട്ട് അവന്റെ ഭാര്യ ഈ വീട്ടിലുണ്ടോ മാമ? അവന്റെ പിള്ളേരുമായിട്ട് വീട്ടിൽ പോയി നിൽക്കാറുള്ളത് നിങ്ങൾ ഒറ്റ കാരണം. അതുകൊണ്ട് ഇനി മാമ നിങ്ങൾ ഇവിടെ കടന്ന് ഡാൻസ് കളിക്കാൻ പോയാ